കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കൂടെ അനുഗ്രഹീതനായ കർത്താവ് അനുവദിച്ചോർത്ത് അനശ്വരനായ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ആയിരുന്നു കൊണ്ട് ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനം 9:1 ഇപ്രകാരം കാണുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും വെളിപ്പെടുവാൻ ഇടയാകും എന്ന് ദാവീദ് അവിടെ എടുത്തു പറയുന്നു. എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ സ്തുതിക്കും എന്ന് പറയുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ആട്ടിടയനായ ദാവീദിന് സിംഹാസനത്തിൽ വരുവാൻ ഒരു ചാൻസുമില്ല. അത് ഒന്നാമത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് എന്ന് താൻ ഗ്രഹിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് എടുത്തു പറയുന്നത്, ഞാൻ അവൻ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ അവൻ്റെ നാമത്തെ കീർത്തിക്കും, ഞാൻ അവൻ്റെ അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. 34-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒട്ടനവധി അത്ഭുതങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ചെങ്കടൽ പിളർന്നത്, യോർദാൻ 2 പിരിഞ്ഞത്, സൂര്യൻ യോശുവയുടെ കാലത്ത് നിശ്ചലമായി നിന്നത്, യേശുക്രിസ്തു കാറ്റിനെയും കടലിനെയും തൻ്റെ വാക്കുകൾ കൊണ്ട് ശാന്തമാക്കിയത്, കുരുടരായിരുന്നവരുടെ കണ്ണുകൾ തുറന്നത്, ജന്മന കുഷ്ഠരോഗികളായി സമൂഹം ദേശം വെറുത്ത വ്യക്തികളെ ശുദ്ധമാക്കിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നത്: അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ഈ പകൽക്കാലം സ്തോത്രം അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സ്തോത്രം അവൻ സർവശക്തനായ ദൈവമാണ്. ഈ പകൽക്കാലം ആര് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നുവോ, ആര് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അംഗീകരിക്കുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ സ്തോത്രം ആലരി അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ ഇടയാകും. സ്തോത്രം ഹല്ലേലൂയ. ഈ സ്തോത്രം ആലരി പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ അത്ഭുതം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികൾ പോലും ഇല്ല. അത്ഭുതത്തിനു വേണ്ടി സ്തോത്രം നെട്ടോട്ടം ഓടുന്ന ഒരു വലിയൊരു സമൂഹത്തെ തന്നെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ പകൽക്കാലം സ്തോത്രം ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കുകയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അത് സ്തോത്രം നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്തിലാകട്ടെ, നാം പഠിക്കുന്ന സ്കൂളുകളിലാകട്ടെ, നാം ആയിരിക്കുന്ന ഭവനത്തിലാകട്ടെ, സ്തോത്രം അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സമൂഹത്തിലാകട്ടെ, എവിടെയാണെങ്കിലും അവൻ അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. ദാവീദ് ഇവിടെ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് എടുത്തു പറയുന്നതിന് മുമ്പേ എന്താണ് ഇവിടെ സംഭവിച്ചത്? നിരവധി യുദ്ധങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഒരു വിജയം ദാവീദിന് ദൈവം കൊടുത്തതിന് ശേഷമാണ് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ സങ്കീർത്തനം എഴുതിയത്. താൻ യുദ്ധത്തിൽ ജയിച്ചത് സ്വന്തം സാമർഥ്യത്താലല്ല,
ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് എന്ന് ദാവീദ് അറിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ ജീവിതം അതൊരു യുദ്ധക്കളമാണ്. അതിൽ വിജയം കൈവരിക്കണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസ്തത പുലർത്തിയാൽ, നാം ദൈവത്തിൽ വിശ്വസ്തരായിരുന്നാൽ, നാം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കും. ബൈബിള് വായിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങളല്ല, അതിലും ശ്രേഷ്ഠമായിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ, ചെവി കൊണ്ട് കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ കർത്താവായ ദൈവം നാം ഏവരെയും സഹായിക്കും. ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ചാട്ടെ, ജീവിതങ്ങളൊന്ന് സമർപ്പിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ച് കർത്താവേ, ഈ പകൽക്കാലം ബൈബിളിൽ വായിച്ചു കേട്ട വചനത്തിൽ ഗ്രഹിച്ച അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളേവരെയും അവിടെ സഹായിക്കുവാറാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.